ളിയെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുന്ന, അതായത് തമാശയല്ല, കാര്യമായിട്ട് ഈ പറയുന്ന കഴിഞ്ഞ ഞാൻ നോക്കിയപ്പോൾ ഈ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് ആ മത്സരത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത, അത് ഓരോ ടീമിന്റെ ശക്തി എന്താണ്, വീക്ക്നെസ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലായി. വേൾഡ് കപ്പ് ഡെസ്കിലെ ഒരു കരുത്തനാണ് ഈ പറഞ്ഞ മുഹസിൻ, മുഹസിൻ കൃത്യമായിട്ട് കളി പറയുന്ന, കളിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ്. മുഹസിനെ, അതായത് ഈ ഒരു ഫൈനലിന്റെ ഒരു ഗെയിം പ്ലാൻ നോക്കുമ്പോൾ എന്തായിരിക്കും? അതായത് ഞാൻ പറയുന്നത് ഈ പൊസഷൻ ഗെയിമാണ് സ്പെയിനിന്റെ ഒരു ശക്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ മാറി പൊസഷൻ പ്ലസ് അറ്റാക്കിംഗ് എന്ന രീതിയിലേക്ക് സ്പെയിൻ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ എത്രമാത്രം ശരിയുണ്ട്? അത് ഏകദേശം ശരിയാണ്. കാരണം പ്രത്യേകിച്ച് അർജന്റീനയെ പോലെ ഒരു അറ്റാക്കിംഗ് ടീമിനെതിരെ ആ തരത്തിൽ ശൈലിയിൽ കളിക്കേണ്ടത് സ്പെയിനെ സംബന്ധിച്ചുള്ള ആവശ്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, അർജന്റീന കഴിഞ്ഞൊരു 4 കൊല്ലത്തിനിടയിൽ സ്പെയിനെ പോലെ ഒരു പ്രധാനപ്പെട്ട യൂറോപ്യൻ ടീമിനെതിരെ കളിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീനയെ കാത്തിരിക്കുന്ന ഒരു വലിയ തോൽവിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്പെയിനിന്റെ പ്രതിരോധം സ്ട്രോങ് ആണ്, ഫുൾ ബാക്സ് സ്ട്രോങ് ആണ്, മധ്യനിര ലോകോത്തര മധ്യനിരയാണ്, വിങ്ങേഴ്സും ഈ പറഞ്ഞ യുവതാരങ്ങളിൽ സമ്പന്നമായ വിങ്ങേഴ്സാണ്. അപ്പോൾ അതിനോട് കിടപിടിക്കുന്ന താരങ്ങൾ മെസ്സി അല്ലാതെ അർജന്റീന നിരയിലില്ല. പ്രത്യേകിച്ച് അനിലൊന്നും കാണിച്ചു കൊടുക്കവിടെ അല്ല, പ്രത്യേകിച്ച് ഫാനായ അനില ഓടി അല്ല, പ്രത്യേകിച്ച് ഈ ടോപ്പ് 5 ലീഗിലൊക്കെ കളിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം സ്പെയിനിലുണ്ട്. കേക്കില്ല. അപ്പോൾ ടോപ്പ് 5 ലീഗിലൊക്കെ കളിച്ച് പരിചയമുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ സ്പെയിനിലുണ്ട്. അവർക്ക് ഇതുപോലെ ഒരുപാട് മാച്ചസ് അവർ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇങ്ങനെയുള്ള പ്രഷർ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് ധാരണ ഉള്ളവരാണ്. പ്രത്യേകിച്ച് റോഡ്രിയെ പോലെയുള്ള, കുക്രേലെ പോലെയുള്ള താരങ്ങൾ, ഉനായ് സിമോണിനെ പോലെയുള്ള ഗോൾ കീപ്പേഴ്സ്, അവർക്ക് മെസ്സിയെ പോലെയുള്ള സംഘത്തിന് എങ്ങനെ നേരിടണമെന്ന് മുൻകൂട്ടി പരിചയമുള്ള താരങ്ങളാണ്. അതുമാത്രമല്ല, സ്പെയിനിനെ അർജന്റീന പേടിക്കുന്നു എന്ന് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യം. ഫൈനലിസിമ മത്സരം ഈ പറഞ്ഞ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ റദ്ദാക്കിയിരുന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ സ്പെയിൻ മാനേജ്മെന്റ് ഇവരെ മാഡ്രിഡിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷെ ഇവര് പോയില്ല. പേടിയുണ്ട്. എന്തുകൊണ്ട് പോയില്ല എന്നുള്ള ഇന്നും നിഗൂഢമായ കാരണം ഇവര് സ്പെയിനിൽ പോയി അർജന്റീന കളിച്ചാൽ അത് വലിയ തോൽവി ഏറ്റുവാങ്ങുമെന്ന് സ്കലോണിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഗൗരവം കുറച്ച് കൂടിയോ എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നു. പക്ഷേ ഇല്ല, സി മൂസിന് ഇങ്ങനെയാണ്. കാരണം ഞാൻ പറഞ്ഞത് ചുമ്മാതല്ലോ, കൃത്യമായിട്ട് കളി അറിയുന്നതാണ്. അപ്പം സ്പെയിനിനാണ് ഒരു ലീഡ് ഉള്ളത്. അത് മാത്രമല്ല, ഇവര് ഇപ്പൊ ചിലർ പറയാറുണ്ട് ഈ അർജന്റീന ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനമാണ്, മറ്റുള്ള ടീമുകൾ അർജന്റീനക്ക് പിന്നിലാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അർജന്റീന 1ാം സ്ഥാനം നിലനിർത്തുന്നത് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് കളിച്ചിട്ടാണ്. ഇപ്പൊ പെറു, ചിലി, അല്ലെങ്കിൽ ബൊളീവിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് കളിച്ചിട്ടാണ് അർജന്റീന 1ാം സ്ഥാനം നിലനിർത്തുന്നത്. യൂറോപ്യൻ ടീമുകൾ അങ്ങനെയല്ല. യൂറോപ്യൻ ടീമുകൾക്ക് അവർക്ക് ഓരോ വർഷവും UEFA നാഷൻസ് ലീഗ് ഉണ്ട്, യൂറോ കപ്പ് പോലെയുള്ള വലിയ കോമ്പറ്റീഷൻ നടക്കുന്ന ടൂർണമെന്റുകളുണ്ട്. ഇതെല്ലാം കളിച്ചിട്ട് വേണം അവർക്ക് ഓരോ റാങ്കിങ്ങും പടിപടിയായി വരുന്നത്. ഈ രണ്ട് ശൈലി, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളും അതുപോലെ യൂറോപ്യൻ ഫുട്ബോളും, ആ ശൈലിയൊക്കെ അതൊക്കെ മാറി. കാരണം ക്ലബ്ബുകളിലൊക്കെ എല്ലാവരും മിക്സ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു ശൈലിയൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള കളികളും അറിയാമെന്ന് പറയുന്നു. പക്ഷെ ഒരു ടീം എങ്ങനെ പെർഫോം ചെയ്യുന്നു അതായിരിക്കില്ലേ കളി നിർണ്ണയിക്കുക. അല്ല, അത് മാറി. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.